ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മടുത്തൂര് മുംബൈയിലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ബാലചന്ദ്രനിൽ നിന്ന് സ്റ്റാൻലി അറിയുകയാണ് അലീന 22 വർഷക്കാലം ഒരു അനാഥ മന്ദിരത്തിലാണ് കഴിഞ്ഞതെന്നും അവിടെ ബ്രിജിത്ത മമ്മി എന്ന ഒരു കന്യാസ്ത്രീയാണ് ത്യാഗഭവനം എന്ന ഓർഫനേജ് നടത്തിക്കൊണ്ട് പോയത്. വൈജ പ്രസവിച്ച പെൺകുഞ്ഞിനെ വൈജയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ അളിയനും ചേർന്ന് ആ കന്യാസ്ത്രീയാണ് ഏൽപ്പിച്ചത്. അതിനുശേഷം അവർക്ക് തുടർന്ന് ത്യാഗഭവനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ വന്ന് അവരൊരു കരൾ രോഗിയുമായിരുന്നു. അതിനുശേഷം അവിടെ താമസിപ്പിച്ചിരുന്ന അന്തേവാസികളെ ഓരോരോ സ്ഥലത്തോട്ട് മാറ്റി പാർപ്പിച്ച സമയത്ത് അലീനയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാനായിട്ട് അവർ കൊല്ലപ്പള്ളി വന്ന് കുഞ്ഞിരാമനോട് സംസാരിച്ചു. അങ്ങനെയാണ് സുഖമില്ലാതിരിക്കുന്ന അയാളുടെ ഭാര്യയെ നോക്കാനായിട്ട് അലീനയെ ഒരു ഹോം നേഴ്സായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതെന്നും 22 വർഷക്കാലം അവളൊരു അനാഥയായിട്ടാണ് ജീവിച്ചത്. സ്വന്തം വീട്ടിൽ അവൾ വന്നതിന് ശേഷവും അവൾ അമ്മയുടെ സ്നേഹവും സംരക്ഷണവും ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അവൾക്കറിയാമായിരുന്നു അവളുടെ അമ്മയാണ് വൈജ എന്നുള്ളത്. പക്ഷേ വൈജയ്ക്ക് അറിയില്ല. വൈജയടുത്ത് അവളുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് പ്രസവത്തിന് ശേഷം കുഞ്ഞു മരിച്ചുപോയെന്ന് മാത്രമാണ്. അങ്ങനെ അലീനയിൽ നിന്നുള്ള അലീനയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ പിന്നെയും പറയുകയാണ്, ഞാൻ എന്ത് തെറ്റാണ് അവരോടും ആ വീട്ടുകാരോടും ചെയ്തത്. വൈജ എൻ്റെ കൺമുന്നിലാണ് വൈജ വളർന്നു വന്നത്. അവളെ വിവാഹം കഴിക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അവളോടുള്ള ഇഷ്ടം കാരണം ഞാൻ അവൾക്ക് മുമ്പ് ഒരു ലവ് ലെറ്റർ കൊടുത്തിരുന്നു. അതിന് കുഞ്ഞിരാമ മേനോൻ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരുടെ കൈതക്കൽ മാളിക വീട്ടിൽ മുമ്പിൽ വെച്ചാണ് എൻ്റെ ചെവിക്കലടിച്ച് പൊട്ടിച്ചത്. അന്നേ എനിക്കൊരു വാശിയായിരുന്നു, വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വൈജയെ മാത്രമായിരിക്കും. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കണ്ട സമ്പത്തെല്ലാം കഷ്ടപ്പെട്ട് വാരി കൂട്ടിയത്. എന്നിട്ട് അവസാനം അവളെ ഏത് രൂപത്തിലാണ് എൻ്റെ കൈ കിട്ടിയതെന്ന് സ്റ്റാൻലിക്ക് അറിയാമോ എന്ന് ചോദിക്കും. അത് ഏറ്റവും നന്നായി അറിയാവുന്ന മിസ്സസ് സ്റ്റാൻലി ജോസഫിനല്ലേ. അവൾ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതെന്ന് അറിഞ്ഞ ഞാൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയത്. സത്യം അറിയാൻ വേണ്ടി ഞാൻ നീലഗിരിക്ക് പോയി ഗംഗേട്ടനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ്, വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ സഹോദരി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നുവെന്ന്. ആണ് എന്നുള്ള ഗംഗേട്ടൻ്റെ മറുപടി അറിഞ്ഞ ശേഷം തിരിച്ചു വന്ന് അവളെ എൻ്റെ മുന്നിലിട്ട് വെടിവെച്ച് കൊല്ലാനുള്ള പകയോടുകൂടിയാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. ആ സമയത്ത് എൻ്റെ കൺമുമ്പിൽ നിങ്ങളെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നേൻ എന്ന് വളരെ വികാരാതീതനായി ബാലചന്ദ്രനോട് സ്റ്റാൻലിയോട് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, മിസ്റ്റർ മേനോൻ, എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. എൻ്റെ മാനസികാവസ്ഥയോ? ഞാൻ ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോയതെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആകെ തകർന്ന ഒരു മരവിച്ച അവസ്ഥയിലായിരുന്ന ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ പരിചരിച്ചതും എന്നെ നോക്കിയതും അലീനയാണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങളെടുത്തു എൻ്റെ മനസ്സ് ഒന്ന് മാറി വരാനായിട്ട്. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? 22 വർഷക്കാലം അനാഥയായിട്ട് ജനിച്ച ആ കുഞ്ഞ് എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമെല്ലാം അറിഞ്ഞ ശേഷം എൻ്റെ മനസ്സിൽ അതിനെ ഒതുക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അലീനയോട് ചോദിച്ചിരുന്നു, ഈ സത്യമെല്ലാം നിനക്കറിയാമായിരുന്നു എന്ന്. അവൾ പറഞ്ഞു അവൾക്കറിയാമായിരുന്നു വൈജയാണ് അവളുടെ അമ്മയെന്നും. എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ നിന്ന് അവൾ കാല് പിടിച്ച് അപേക്ഷിച്ചു, ഒരു കാരണവശാലും ആരും ഈ വിവരം അറിയരുത്, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാമെന്നുള്ളത്. എൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് അവൾ ആ വീട്ടിൽ നിൽക്കുന്നത്. അതിനുശേഷം എനിക്ക് വൈജയെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവളോടെന്നും എനിക്ക് പക മാത്രമേ ഉള്ളൂ. 23 വർഷത്തോളം എന്നിൽ നിന്ന് വലിയൊരു ചതി മറച്ചു വെക്കാൻ അവൾക്ക് കഴിഞ്ഞു. എന്നിട്ടാണ് അവൾ നല്ല ഉത്തമയായ ഭാര്യയുടെ റോൾ എൻ്റെ മുന്നിൽ കിടന്ന് തകർത്താടി അഭിനയിച്ചത് എന്നൊക്കെ ബാലചന്ദ്രൻ മേനോൻ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. ഇപ്പോഴും ആ അലീനയെ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ എനിക്കൊരു താല്പര്യമില്ല. അവൾ എനിക്കെൻ്റെ സ്വന്തം മകളാണ്. അവൾ എന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്. ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളെ പോലെയല്ല, മകളായിട്ട് തന്നെ കാണുന്നത്. എൻ്റെ മക്കൾക്കും അവൾ മൂത്ത സഹോദരിയാണ്. അവൾക്ക് അവിടുന്ന് പോകണമെന്ന് അവളുടെ തീരുമാനമാണ്. പക്ഷേ ഇത്രയും നാൾ അനാഥയായി ജീവിച്ച അവൾ ഇനിയും ഒരു അനാഥയായിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും അർഹമായ കരങ്ങളിൽ തന്നെ അവൾ എത്തിപ്പെടണം എന്നുള്ളത് എൻ്റെ വാശിയാണ്. നിങ്ങൾ അലീനയെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾക്കതിന് പറ്റില്ല എന്നാണ് നിങ്ങളുടെ മറുപടി എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെ എൻ്റെ കൂടെ അലീനയെ നിർത്തും എന്നൊക്കെ ബാലചന്ദ്രൻ മേനോൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സ്റ്റാൻലിക്ക് തിരിച്ചെന്ത് പറയണമെന്നറിയത്തില്ല. സ്റ്റാൻലി പറയും, എനിക്ക് അലീനയെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. പിന്നെന്താ, അലീന എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിലോട്ട് വന്നാൽ അലീനയെ അവിടെ വെച്ച് കാണാമെന്ന് പറയും. പക്ഷേ അവൾക്കറിയത്തില്ല ഞാൻ കാണാൻ വന്നത് അവളുടെ അച്ഛനെയാണെന്നുള്ള കാര്യം. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി നോ എന്നാണെന്നുണ്ടെങ്കിൽ വെറുതെ ആ കുഞ്ഞ് ആ ഒരു സങ്കടവും കൂടി അനുഭവിക്കണ്ടല്ലോ. നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അലീനെ അറിയൂ അവളുടെ അച്ഛൻ്റെ അടുത്താണ് അവൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യം.
പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വൈജയന്തി, അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈജയന്തി ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല, അവൾ അവളുടെ വീട്ടിലാണ്, കൈതക്കൽ മാളിക വീട്ടിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ വരാം, അലീനെ കാണാം. ശരി മിസ്റ്റർ മേനോൻ, ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് അലീനെ കാണുമെന്ന് പറയും. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവരുടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രനെയും നോക്കിക്കൊണ്ട് നമ്മുടെ ഗോവർദ്ധൻ ഹോട്ടലിന് താഴെ നിൽപ്പുണ്ടായിരുന്നു. താനെന്താ ഗോവർദ്ധൻ വന്നിട്ട് അകത്തോട്ട് വരാഞ്ഞ? ഞാൻ മനഃപൂർവ്വം ബാലേട്ട വരാൻ. അതെന്ത് പറ്റി? അത് അലീനയുടെ അച്ഛനോടല്ലേ ബാലേട്ടൻ സംസാരിക്കുന്നത്. ആ സമയത്ത് ഞാൻ കയറി വരുമ്പോൾ നിങ്ങളുടെ സംസാരത്തിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ, അത് ശരിയാ. അല്ല, വീട്ടിൽ പോയിരുന്നു? ആ, വീട്ടിൽ പോയി. ബാലേട്ടൻ ബാഗ് എടുത്താൽ മറന്നു എന്ന് അലീന പറഞ്ഞു. അതുകൊണ്ട് ബാഗ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരി, അല്ല അലീനയുടെ അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും. അദ്ദേഹത്തിന് ആലോചിക്കാൻ സമയം വേണമെന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അലീനയെ വീട്ടിൽ വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. അല്ല ബാലേട്ട, അലീനയെ വീട്ടിൽ വന്ന് കണ്ടാൽ അവൾക്കറിയാൻ പറ്റത്തില്ല. ഇല്ല, അദ്ദേഹം വന്ന് കാണട്ടോ, കണ്ട് ബോധ്യപ്പെടട്ടെ. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളല്ലേ, അദ്ദേഹം വീട്ടിൽ വന്ന് സ്വന്തം മകളെ കണ്ട് ബോധ്യപ്പെടട്ടെ. അപ്പോൾ അലീന അവിടെ പോകുമോ? അത് പിന്നത്തെ കാര്യമില്ലേ. എന്നാലും വൈജേച്ചി തിരിച്ചു വരുമ്പോൾ അവൾക്കാണല്ലോ അലീന അവിടെ പോകണമെന്നുള്ള നിർബന്ധം. അവളുടെ നിർബന്ധം കാരണമാണല്ലോ അലീന അവിടെ നിന്ന് പോകുന്നത്. അല്ല, വൈജേച്ചി തിരിച്ചു വരുമ്പോൾ അലീന എവിടെയാണെന്ന് അന്വേഷിക്കത്തില്ലേ? എന്തന്വേഷിക്കാൻ? അവൾ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ അവൾ പോകുന്നത്. അതുകൊണ്ട് അവളിനി അന്വേഷിച്ചാലെന്തോ, അന്വേഷിച്ചില്ലെങ്കിലെന്താ എന്നൊക്കെ ബാലചന്ദ്രൻ ചൂടാവുകയാണ്. ഈ പ്രശ്നം ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഗോവർദ്ധനം പറയും. എന്ത് അവസാനിക്കാനിടോ? അലീനയുടെ പ്രശ്നം ഒന്ന് തീരട്ടെ. തീർന്നതിന് ശേഷമായിരിക്കും. കൊല്ലപ്പള്ളിയിലുള്ള ആൾക്കാരെല്ലാം ഞാൻ നിരത്തി നിർത്തുന്നുണ്ട്. ഇത്രയും കാലം 23 വർഷക്കാലം എന്നെ ചതിച്ചതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും. എല്ലാവർക്കും ഒരു മധുര പ്രതികാരമായിരിക്കും അത്. ആദ്യം ഈ പ്രശ്നം ഒന്ന് തീരട്ടെ. സ്റ്റാൻലിയുടെ കയ്യിലോട്ട് അലീന സുരക്ഷിതയായി എത്തിച്ചേർന്നതിന് ശേഷം ബാക്കി എന്ന് ബാലചന്ദ്രൻ പറയും. ബാലചന്ദ്രൻ്റെ സംസാരത്തിൽ ആ ഒരു അടങ്ങാത്ത പക, ദേഷ്യമൊക്കെ ഗോവർദ്ധനൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലോട്ട് വരുന്നു. വീട്ടിൽ വരുമ്പോൾ അലീന ചോദിക്കും, അച്ഛൻ എന്ത് പറ്റി, വല്ല ടെൻഷനുണ്ടോ? ബാഗ് എടുക്കാതൊക്കെ ഇങ്ങ് പോയി. ആ, അത് മോളെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഗോവർദ്ധനം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ടെൻഷനിൽ ഞാൻ ബാഗ് എടുക്കാനങ്ങ് മറന്നു പോയതാണ്. ശരി, ഞാൻ അച്ഛന് കോഫി എടുക്കട്ടെ. ശരി, കോഫി എടുക്കാൻ പറയും. പിന്നെ മോളെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു മിലിറ്ററിക്കാരൻ്റെ കാര്യം? അപ്പോൾ അദ്ദേഹം ചിലപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ മോളൊരു കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാൻ പറയും. ആ, അതിനെന്താ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ വെച്ചാൽ? ആ, എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക് എന്നൊക്കെ പറയും. അങ്ങനെ ബാലേന്ദ്രന് നല്ല വിഷമമുണ്ട്. അലീന അവിടുന്ന് പോകുന്ന കാര്യം ആലോചിക്കും. പിന്നെ സ്റ്റാൻലി വന്ന് അലീനെ നേരിട്ട് കാണുന്നുണ്ട്. കണ്ടതിന് ശേഷമാണ് അലീനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കഥകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.